ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ വരുന്നില്ല. അമ്മേ. അപ്പൊ എന്താ കുറേ ദിവസങ്ങൾക്ക് ശേഷമായിട്ട് നമുക്കൊരു ഡൈമ ലൈഫ് പോലെ എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റാറില്ല. കുറേ 2 മാസമായിട്ട് നമുക്കങ്ങനെ ഡൈമ ലൈഫും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ ഈ ഓരോപ്പോഴും കിണർ പണി കഴിഞ്ഞ 1 മാസം കഴിഞ്ഞിട്ട് വരെ നടക്കുന്നത്. അവർ പകുതിക്ക് കുത്തിട്ട് പോയി. വേറെ ഒന്നല്ല കേട്ടോ, വെള്ളം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വെള്ളം പിന്നെ അടുത്ത ട്രിപ്പ് കുത്താൻ പറ്റും. പക്ഷെ അപ്പോഴേക്ക് 2 ഇത് കോരുമ്പേക്ക് വീണ്ടും വെള്ളമാവും. അപ്പൊ അങ്ങനെ തീരെ പറ്റാഞ്ഞിട്ട് എത്ര കോലിക്ക് വെള്ളം കണ്ടിട്ടുണ്ടാവാനായിട്ടാ? വെള്ളം കണ്ട് കണക്ക് പ്രകാരം 4 കോലിക്ക് വെള്ളം. 4 കോലിക്ക് നമ്മളവിടെ വെള്ളം കണ്ടു കിട്ടാ. അത് ഇപ്പോഴത്തെ ഈ സമയം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു 5-5.5 കോല്. അതെ, അതുകൊണ്ട് അപ്പുറത്ത് ഈ സമയത്താണോ? അതല്ല, ഈ സമയത്ത് വെള്ളം ഉണ്ട് അല്ല. അതേ പറയണേ, ഇങ്ങനെ വെള്ളം ഭൂമിയിൽ നിക്കണ സമയമാണ് ഇപ്പൊ. ഒരു ശരിക്കും കിണർ കുത്തണ സമയം മെയ് പകുതിക്കാണ് കിണർ. അതായത് അപ്പുറത്തെ ഇപ്പുറത്തെ കുത്തുമ്പോഴും ഇതേപോലെ തന്നെയാണ്. ഏത് മാസമാണ്? എങ്ങനെ പോയാലും 5 കോല് അതിന്റെ ഉള്ളില് വെള്ളം കണ്ടിരിക്കും. അപ്പൊ ഞങ്ങള് വിചാരിച്ച 5-5.5 കോല ഉണ്ടാവും വിചാരിച്ചു. പിന്നെ അളന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ അറിയണത് 4 കോലായുള്ളൂ. നമ്മൾ പടവുകൾ ഇടുന്നില്ല. നമുക്ക് കോല് കറക്റ്റ് അറിയില്ല. ഓരോ കൊല്ലുമ്പോൾ ഒരു പടവ് ഇടില്ല. അത് ഇടുന്നില്ല. വേറെ ഒന്നല്ല, നമ്മൾ മൊത്തം റിങ് ഇറക്കുക. അപ്പൊ പിന്നെ ഇതുമ്പോ ചെത്തി വരച്ച് നിൽക്കേണ്ട ടൈം കളയണ്ടല്ലോ വെച്ചിട്ട് അങ്ങനെ ആക്കിയത് കേട്ടോ. അപ്പൊ അങ്ങനെ വെള്ളം കണ്ടു. അപ്പൊ അങ്ങനെ ഓരോ ദിവസം ഓരോരോ പണികളും കാര്യങ്ങളും നമുക്കൊരു വീഡിയോ എടുക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റിയിരുന്നില്ല. ഞാൻ തന്നെ പെട്ടെന്ന് ഞാൻ വെയിറ്റ് കുറഞ്ഞിരുന്നു. 92 പെട്ടെന്ന് 85 വരെയൊക്കെ പെട്ടെന്ന് 1 മാസം കൊണ്ട് കുറഞ്ഞു. പിന്നെ അതേമാതിരി 2 മാസം പിടിച്ചു ഒരു 80ലേക്ക് എത്താൻ. അവിടുന്ന് ഇങ്ങോട്ട് ഭയങ്കര വന്ന ഭക്ഷണം കഴിക്കണമെന്നില്ല കേട്ടോ. നല്ല ഭക്ഷണം കഴിക്കണ്ട വെച്ചാൽ കഴിക്കണില്ല പറഞ്ഞിട്ടില്ല. ആ പോക്ക് പോയാലും ബുദ്ധിമുട്ടുണ്ട്. ബ്ലഡ് ഉണ്ടാവില്ല. ബ്ലഡ് ഇല്ല. പക്ഷെ എന്താ വെച്ചാൽ എനിക്ക് നമ്മൾ ബ്ലഡൊക്കെ ആയി വന്ന് സെറ്റായി കുറച്ചാൾ ഈത്തപ്പഴം കാരണം കഴിച്ച് ബ്ലഡ് സെറ്റായി വന്ന് കഴിയുമ്പോഴേക്കും മെൻസസ് ആവും. അപ്പം ബ്ലീഡിങ്, ഭയങ്കര ബ്ലീഡിങ്. എനിക്ക് എല്ലാ മാസം ഡേറ്റിനെന്ന് പറയാൻ പറ്റില്ല. ഡേറ്റ് ഒരു 5-6 ദിവസം മുന്നേ 5-8 ദിവസം മുന്നേ ആവുകയും ചെയ്യും. ഭയങ്കര ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഉള്ള കയറിയ ബ്ലഡൊക്കെ ആ വഴി പോകും. മെൻസസ് ആവണമെങ്കിൽ ഡേറ്റിനൊക്കെ മുന്നേ നോക്കുമ്പോൾ നമുക്ക് 10 ഉണ്ടാവും ബ്ലഡ്. അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നമുക്ക് നല്ല കഴിക്കും. ചില സമയത്തൊക്കെ 6 വരെ എത്തിയുണ്ടല്ലേ ബ്ലഡൊക്കെ ഇങ്ങനെ കുറയും. ഇപ്പോഴും എനിക്ക് ബ്ലഡ് കുറയ്ക്കും. ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നലെയൊക്കെ അങ്ങനെ ഒരു ഉച്ചയ്ക്ക് ഇരുന്നിട്ട് ഞാൻ എത്ര മണിക്ക് എണിച്ചിരിക്കണം? ഭയങ്കര ക്ഷീണം വെച്ചാൽ തീരെ തല പോക്കാൻ പറ്റാത്ത ചെറിയ തണുപ്പ് പോലും പറ്റാണ്ടേ. അപ്പൊ ബ്ലഡ് കുറവിന്റെയാണ് അത്. കാലൊക്കെ പെട്ടെന്ന് മരവിച്ച് പോകും. കൈയും കാലൊക്കെ പെട്ടെന്ന് മരവിക്കും ബ്ലഡ് കുറഞ്ഞാൽ. അങ്ങനെ അപ്പൊ വ്യാഴാഴ്ചയാണ്, നാളെ വെള്ളിയാഴ്ചയാണ്. അങ്ങനെ മറ്റന്നേ കഴിഞ്ഞാൽ ഈസ്റ്റർ ആവാൻ പോവാണ്. ഈസ്റ്റർ കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു, ഈസ്റ്റർ കഴിഞ്ഞു, ഈസ്റ്റർ കൊണ്ട് അങ്ങനെ അത് കഴിഞ്ഞ വരുമ്പോഴേക്കും ദേ സ്കൂള് എന്ന് പറയുമ്പോഴേക്കും തുറക്കുന്ന സമയം. ആ ഒരു ദിവസം അയ്യോ. അതുപോലെ ഒരു കമന്റ് ഒന്ന് കേട്ടാ, വിഷുവിന് ഞാൻ ഡ്രസ്സിന്റെ വീഡിയോ ഇട്ടല്ലോ. ഇതുപോലൊക്കെ നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ ഡ്രസ്സ് എടുത്ത ചെലവ് ഇതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന കാശ്. എൻ്റെ പൊന്ന് സഹോദരി, എനിക്ക് പ്രമോഷനിൽ കിട്ടിയ ചുരിദാറുകളാണ്. അതാണ് ഞാൻ കാശ് പുറത്തു. ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ സത്യം പറഞ്ഞു, ഞാൻ അങ്ങനെ ക്യാഷ് കൊടുത്ത് ചുരിദാറൊക്കെ എടുക്കാറില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം അതിന് ചുരിദാർ എടുക്കാൻ. വേറൊരു കമന്റ് പറഞ്ഞല്ലോ, പ്രമോഷൻ ചെയ്തിട്ട് ഇവര് ജീവിക്കുന്നു. അപ്പൊ ആ നിലയ്ക്ക് നിങ്ങൾ കൂട്ടിയാൽ മതിയിട്ടാ. നിങ്ങൾ കൂടുതൽ സാധനങ്ങൾ ഡ്രസ്സ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ പ്രമോഷൻ വഴിയാവും. നിങ്ങളുടെ മാക്സി ഞാൻ നമ്മൾ കാശ് കൊടുത്ത് അത് ഞാൻ 3 കൂടിയിട്ട് ഒരു 1,000 രൂപയായി 3-4 കൂടിയിട്ട്. അത് ഞാൻ കാശ് കൊടുത്തിട്ട് മേടിച്ചത്. എന്താ വെച്ചാൽ എനിക്ക് മാക്സിമം വേണ്ടേ. എന്താ വെച്ചാൽ നമ്മൾ ഈ ഓണത്തിന് വിഷുവിന് 3 മാക്സി തുണിയാണെങ്കിൽ എടുക്കാം. അതാണ് ഈ വട്ടെത്തിച്ചിട്ട്. പിന്നെ എന്റെ മാക്സി നമ്മൾ കരിയോ ഇതൊന്നും ആവാത്ത മാക്സിക്ക് അത്ര കംപ്ലൈന്റ് നിങ്ങളുടെ മുന്നിലേക്കൊക്കെ വരുമ്പോ ദിവസം ഒരു വർക്കിംഗ് ഡ്രസ് ആയിട്ട് കാണാൻ പാടില്ല. ഇപ്പൊ കുട്ടികൾക്കും അവർക്ക് അറിയാണ്ട അമ്മമാര് വീട് ഉപ്പ് മണല് ചേച്ചില്ല ഉണ്ണി മനസ്സിലായി. അമ്മ വീടാണ് കുട്ടികള് നോക്കുക. എന്താ വെച്ചാൽ
മാക്സ് ഇട്ട് കണ്ടിട്ട് എന്റെ ചുരിദാർ ഇട്ടല്ലോ കുട്ടികൾക്ക് മനസ്സിലാവാണ്ടായോടെ. നമ്മള് ശരിക്കും ഒരു വർക്കിംഗ് ഡ്രസ്, ഒരു ജോലിക്ക് പോകുമ്പോ അവിടുത്തെ ഓഫീസിലത്തെ വർക്കിംഗ് ഡ്രസ് മാതിരിയാണ് ഇപ്പൊ നമ്മുടെ ഈ ഡ്രസ്. അപ്പൊ നമ്മളപ്പോ അതിന് വേണ്ടിയിട്ട് മാക്സി അതൊക്കെ എടുക്കും. ഇതൊക്കെ നരച്ചു പാറ്റാനായിക്കണം. അപ്പൊ അതൊക്കെ എങ്ങനെ പോണതാണ്. അപ്പൊ അനാവശ്യ ചുരിദാറൊക്കെ പ്രൊമോഷനിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ചെലവാണ്. ഇപ്പൊ നമ്മള് ട്രിപ്പ് 2-3 പ്രാവശ്യം പോയെങ്കിലും അതൊക്കെ പ്രൊമോഷൻ വഴി കിട്ടിയിട്ടുള്ളതാണ്. അനാവശ്യ ചെലവ് എന്ന് പറഞ്ഞാൽ അനാവശ്യ ചെലവുകള് അല്ല, സ്വരൂപിച്ച് വെക്കണം. അതൊക്കെ കറക്റ്റാണ്. എന്തിന് വേണ്ടിയിട്ട് അത് പിന്നെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. എന്താണ് ജീവിതത്തിൽ എന്താ നമ്മൾ സ്വരൂപിച്ച് വെച്ചിട്ട് നമ്മൾ എന്തായാലും നേടാൻ പറ്റണ എന്നാ ഒന്നും വേണ്ടെന്നല്ല കേട്ടാ, ദുരന്തത്തിലേക്ക് പോകണമെന്നല്ല പറയണത്. നമ്മൾ സ്വരൂപിച്ച് വെച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് അങ്ങനെ എന്താ പറയാ. എൻ്റെ ഇടയിൽ പൊന്നു ഫോൺ വിളിച്ചു, സാമ്പാർ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാക്കുണക്ക് ഇന്നലെ ഉറങ്ങുമ്പോൾ എന്നോട് വന്നിട്ട് നാളെ ദോശ, സാമ്പാർ, ചട്നി, ചമ്മന്തി ഇത് പറഞ്ഞിട്ടാണ് കിടന്ന് ഉറങ്ങിക്കുന്നുണ്ട്. അപ്പം പിന്നെ എന്നെ ദൈവം അനുഗ്രഹിച്ചിട്ട് വിഷുവിൻ്റെ സാമ്പാർ കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ പട്ടിയല്ല, ഞാൻ കുണുക്കനെ ഓടിയിരുന്നത്. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടാ അതാ. പിന്നെ നമ്മൾ പറഞ്ഞത് ഞാൻ ചുരിദാറുള്ളത് ഫുള്ളും ഇപ്പം റിലയൻസിലത്തെയാണ് കേട്ടോ. പ്രൊമോഷൻ തന്നെയാണ്. എല്ലാത്തും നോണം തന്നെ പറയുന്നത്. നമ്മൾ എന്തെങ്കിലും നോണം പറഞ്ഞൊന്നും ഉണ്ടാക്കണില്ല. ഞാൻ പ്രൊമോഷൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആദ്യമൊക്കെ ഞാൻ 100 രൂപയുടെ തുണി എടുത്ത് അടുപ്പിക്കേണ്ട ഇത് തന്നെയായിരുന്നു കേട്ടോ. ഒരുപാട് നാൾ 1-2 ലെഗിൻസ് അത്ര തന്നെ ഞാൻ യൂസ് ചെയ്തിരുന്നു. അത് കേടാൻ നരയ്ക്കാറാകുമ്പോൾ അടുത്തൊരു പോലെ മാക്സ് എടുക്കാകുമ്പോൾ 2 മീറ്റർ 3 മീറ്റർ തുണി എടുക്കും, അടുപ്പിക്കും. അപ്പം എൻ്റെ ഇടയിൽ നമുക്ക് ഓർണമെൻറ്റ്സിൻ്റെ ഒരു ആൾക്കാർ വിളിച്ചാട്ടാ. അപ്പോൾ അതാ ഫോൺ കട്ടിയത്. അപ്പോൾ ഞാൻ കൂടുതൽ ഇപ്പോഴാണ് കേട്ടോ സത്യം പറഞ്ഞാൽ മനസ്സറിഞ്ഞ് കുറച്ച് ചുരിദാർ ഇടുന്നത്. ഇപ്പോഴാണ് റിലയൻസിൽ പോയതിന് ശേഷമാണ് ഞാൻ ഇപ്പം മനസ്സറിഞ്ഞ് ചുരിദാർ ഇടാനും കണക്കൊക്കെ തുടങ്ങിയത്. അപ്പോൾ അത് ഞാൻ എടുത്തു എന്ന് വെച്ചിട്ട് നിങ്ങൾ നോക്കണം. നമ്മൾ എടുക്കുന്നത് ഫുള്ളും നമ്മൾ കാശ് കൊടുത്തെടുത്തുന്നത് നമുക്ക് പ്രമോഷനോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ ആ ഒരു നമ്മൾ വീണ്ടും വീണ്ടും ഇപ്പൊ കുണുക്കനായാലും ചുരിദാറ്, അതായത് തടിയുള്ളവർക്കും അതാണ് റിലയൻസിൽ പോയി കഴിഞ്ഞപ്പോ സത്യം പറയണം. മണവാളുടെ കല്യാണത്തിന് ഇട്ട് പോണ ഞാൻ വിചാരിച്ചുള്ള സാരി കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയുള്ള സാരിക്ക് ഒരു ബ്ലൗസ് അടിക്കാൻ പറ്റി. പക്ഷെ ആ ബ്ലൗസിന്റെ അടിച്ച് ശരിയായില്ല. പിന്നെ ഇവിടെയുള്ള ജാക്കറ്റിലൂടെ അടിച്ചപ്പോ എല്ലാം അത് ഭയങ്കര ലൂസിക്ക് ഇടാൻ പറ്റാത്ത അത്ര ലൂസ് തന്നെ. കയ്യും ഇവിടെ ഇങ്ങനെ ജാതി നമ്മൾ മാക്സി ഇടുന്ന പോലെയല്ലോ. ജാക്കറ്റ് നമുക്ക് അങ്ങനെ ഇട്ട് പോകാൻ പറ്റില്ല. ലാസ്റ്റ് ഘട്ടം വീട്ടിൽ നിന്നൊന്ന് 12 മണിക്ക് പോയിക്കണല്ലേ. നമുക്കറിയാം നേരെ നമ്മൾ ഏറ്റവും പേര് കേട്ടൊരു ഷോപ്പിൽ നമ്മൾ കയറി കുന്നോളത്തെ ഏറ്റവും വലിയ പേരിട്ട് നമ്മുടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള വലിയൊരു ഷോപ്പിൽ കയറിയെങ്കിലും ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടില്ല. പൊന്നു പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നേരെ കളയാനേക്കാളും ഭേദം നമുക്ക് ചാവക്കാട്ടേക്ക് പോകാം, റിലയൻസ് പോകാം. അവിടെ പോയി ഒരെണ്ണെങ്കിലും നമുക്ക് പറ്റുന്നത് അവിടെ ഇല്ല. അതത്ര ഉറപ്പായിരിക്കും. ഒന്നല്ല, ഞാൻ ആകെ 2 ഇട്ടുള്ളൂ. അതിലത്തെ 2 എനിക്ക് ഇഷ്ടമായി. പക്ഷെ 2 എടുക്കാൻ പറ്റാത്തതുകൊണ്ട് 1 എടുത്തിട്ട് ഞാൻ പോകുന്നു. എനിക്ക് ആ മഞ്ഞ ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ പോലെ തന്നെ ഒരു സെയിം മഞ്ഞ ചേട്ടനായിരുന്നു. നല്ല ഭയങ്കര എനിക്ക് ഭയങ്കര പിന്നെ ചിന്തിച്ചാൽ മഞ്ഞ എടുത്തിക്കാനായിരുന്നു ഞാൻ മേച്ചായിരുന്നു. ഞാൻ പിന്നെ മഞ്ഞ എടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ലെങ്ത് ഉള്ള ജുബ്ബ, അതും വളരെ ലെക്കിന് തൃശ്ശൂര് 1049 രൂപയുടെ ഒരു ടോപ്പ് ഒരു കുർത്തയാണ് അതിനായിട്ട് ഇട്ടത്. പിന്നെ ഇവിടെ കുണുക്കിക്ക് 400 രൂപയുടെ ഉടുപ്പ്. കുണുക്കനാണ് പിന്നെ കുറച്ച് വിലയുടെ ഷർട്ട് ഇട്ടത്. വേറെ ഒന്നല്ല, കുറേ നാളെ കുണുക്കനായാലും കുണുക്കിക്കായാലും നമ്മുടെ ഡ്രസ്സിൽ ഒന്നില്ലെങ്കിൽ കൂടുതൽ സ്റ്റുഡിയോന്നാണ് എടുക്കാട്ടോ. അപ്പം നിങ്ങൾക്ക് സ്റ്റുഡിയോ എനിക്ക് പറയാം അവിടെ എത്രത്തോളം ഏകദേശം എത്ര റേഞ്ച് വരെയാണ് സ്റ്റുഡിയോയിൽ കുട്ടികളുടെ ഡ്രസ്സ് എടുക്കണവർക്ക് അറിയാം. അപ്പോൾ കുണുക്കനൊരു ജീൻസിൻ്റെ ട്രൗസർ 1, 2, 3 എടുത്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു കൊല്ലം കവർ ചെയ്യാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു ജീൻസിൻ്റെ ട്രൗസർ ഓണത്തിനെടുക്കും, ഒരു ട്രൗസർ വിഷുവിനെടുക്കും, ഓണത്തിന് ഒന്നൊരു പിറന്നാൾ. ഈ 3 ജീൻസിൻ്റെ ട്രൗസർ ഉണ്ടെങ്കിൽ അവർ ഈ ഒരു കൊല്ലം സുഖമായിട്ട് ഓടും. ആ ജീൻസ് അപ്പോൾ അങ്ങനെ 3,000 ഉണ്ടെങ്കിൽ അവൻ ഒരു കൊല്ലത്തിന് സുഖം. അപ്പം ഞങ്ങൾ കൊല്ലത്തിലാണ് ചെയ്യുന്നത്. പിന്നെ ബെനീനാണ് 150 രൂപ അല്ലെങ്കിൽ 155 രൂപയുടെ സ്റ്റുഡിയോത്തെ ബെനീനാണ് കൂടുതലാണ് എടുക്കുക. ഒരു പ്രാവശ്യം അവനോട് അമ്മയ്ക്ക് ഇതൊന്നും എടുത്ത് തരുമോ ചോദിച്ചു. അപ്പോൾ എനിക്ക് സങ്കടമായിട്ട് അവൻ ചോദിച്ചപ്പോൾ ഷർട്ട് കുറേ നാളായിട്ട് അവൻ ചോദിക്കണത് വിജയുടെ എൻ്റെ ഉള്ളിൽ ബെനീന് പുറത്ത് ഷർട്ടുകൾ കുറേ നാളായിട്ട് ഞാൻ നോക്കണ്ട വില നോക്കണ്ട. അവന് നമ്മൾ വിലയുള്ള ഡ്രസ്സ് എടുക്കാറേ ഇല്ല. എന്നും ഈ 100-155 രൂപയുടെ ബെനീനിൽ കൊണുക്കിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ണടച്ചുകൊണ്ട് എടുത്തു.
എന്നിട്ട് പിറ്റേ ദിവസം അച്ഛന് അന്ന് തന്നെ അച്ഛന് ചുമ്പ എടുക്കാൻ പോണ്ട അവിടെ ഒരു കുഞ്ഞ് ബിംബത്തമ്മ ഒരു ചുമ്പ ഇട്ടു 1000 സംതിങ് തോന്നുന്നല്ലേ 2000-നുള്ളില് അത് അമ്മ ഒന്നിക്ക് ഇട്ട് നോക്കട്ടെ അമ്മ ഇട്ട് നോക്കട്ടെ പറയാം അമ്മക്ക് നല്ല ഇഷ്ടം മേടിച്ചത് അപ്പൊ ഞാൻ ഉണ്ണി ഏത് ലൂസല്ലേ അപ്പൊ പൊന്നില്ല അപ്പൊ ഞാൻ പൊന്നിനോട് ഇങ്ങനെ കണ്ണോട് കാണിച്ചുട്ടാ പക്ഷെ അവ കറക്റ്റ് കൊടുക്കാൻ ഫേസിലേക്ക് നോക്കുമ്പോഴാണ് അത് പൊന്നിന് ക്ഷമിക്കുക എല്ലാവർക്കും വിഷമം എന്നോട് കണ്ടാട്ടോ അതിനോട് കണ്ടില്ല എന്നോട് ഡ്രസ്സ് മാറാൻ പോയി നേരത്തെ അപ്പൊ ഞാൻ കണ്ണോട് കാണിച്ചു വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ അത് കറക്റ്റ് കൊടുക്കണം ഞാൻ ചോദിച്ചു കൊടുക്കാതെ വാശി പിടിച്ച് കരഞ്ഞു പക്ഷെ കൊടുക്കാതെ വേഗം ഊരി വെച്ച് ഊരി വെച്ചപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു ക്ഷമി ചീത്താണ് പോയിനോട് അനക്ക് എടുത്തോളക്കാൻ കുട്ടിക്ക് അത് കുട്ടി അത് ആഗ്രഹിച്ചതല്ലേ അവർ വേണ്ട അത് അമ്മ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ കുട്ടിക്ക് അങ്ങനെ വെച്ചിട്ട് ഞാൻ എടുക്കാൻ വേറെ ഒന്നുമല്ല ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിനെ കാണാത്തോണ്ടാ സോ എനിക്ക് ഇപ്പോഴും പറയുമ്പോൾ എൻ്റെ കണ്ണൊക്കെ ഒന്ന് അറിയാം എനിക്കത് ഭയങ്കര സങ്കടമായി അപ്പോൾ അത് ഇട്ട് നോക്കിയിട്ട് അവനത് ഇഷ്ടമായി അവന് ഭംഗിയുണ്ട് സത്യത്തിൽ അവന് കറക്റ്റ് ഫിറ്റായിരുന്നു ഞാൻ പറഞ്ഞു ഇത് ഭംഗിയില്ലല്ലോ പറഞ്ഞു ഇത് ലൂസല്ല അപ്പോൾ പൊന്നില്ലമ്മ ഭംഗി അപ്പോൾ ഞാൻ കണ്ടോണ്ടാണ് ആ കണ്ണോടാണെങ്കിൽ ശരിക്കും അവൻ്റെ മുഖത്ത് നോക്കി ഞാൻ കണ്ടുട്ടാ അവ കറക്റ്റ് പിന്നെ ഒന്നും അല്ല ഊരി അവിടെ വെച്ചിട്ട് അവൻ പോയി അത് കണ്ട കണ്ടപ്പോണ്ടല്ലോ നമ്മുടെ സാഹചര്യം കണക്കാക്കും അതാണ് നിങ്ങളെ ഞാൻ പറഞ്ഞത് നിങ്ങളൊരു അരമണിക്കൂർ ഞങ്ങളെ കാണുകയാണോ നിങ്ങൾ ജഡ്ജ് ചെയ്യണത് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയാണെന്ന് നമുക്ക് ഈ ദിവസം 24 മണിക്കൂർ ഈ 24 മണിക്കൂറിൽ അരമണിക്കൂർ വെച്ച് ബാക്കിയുള്ള ടൈം ഞങ്ങൾ എങ്ങനെയാണ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഇല്ല ആ ഒരു അരമണിക്കൂറാണ് നിങ്ങൾ ഒരിക്കലും ജഡ്ജ് ചെയ്ത് ഒരാളുടെ ലൈഫ് എങ്ങനെയാണ് എന്താണെന്ന് ഞാനിപ്പോൾ പ്രമോഷൻ കിട്ടാൻ നല്ല ചുരിദാർ കിട്ടണം പിന്നെ ആകെ പുറത്തേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു 100-200 രൂപയുടെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുക അല്ലാതെ അത് ബ്രാൻഡിനും കാര്യമൊന്നുമില്ല അതൊന്നും യൂസ് ചെയ്യും അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ എന്തൊരു കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ചെയ്യുണ്ടാവും കൈമൊരു വാച്ചുണ്ട് അതൊരു ചേച്ചി ഗിഫ്റ്റ് ചെയ്ത കാരണം എങ്ങടേലും ഇപ്പോൾ പുതിയ വാച്ച് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച് മേടിച്ചൊരു വാച്ച് അല്ലെങ്കിൽ അത് കിട്ടും ഇതാണ് എൻ്റെ ദേഹത്ത് എപ്പോഴും നിങ്ങൾ പുറമെ കാണുമ്പോൾ ഉണ്ടാവണ ഒരു ഇത് ഇപ്പം മണവാള ഞാൻ ഈ ഒരു കുഞ്ഞ് കഴിച്ചതിനാണ് അതിട്ടിട്ട് ഞാൻ അങ്ങനെ കുറേ സാധനങ്ങൾ മേടിക്കാം നിങ്ങൾക്ക് തോന്നണതാ അതിനിപ്പോൾ വലിയ പാകമൊന്നുമില്ല ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരോട് പറഞ്ഞിട്ട് നെഗറ്റീവ് ഉള്ളവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വേറെ ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ നമുക്കേ അറിയുമല്ലേ ഇപ്പോഴും നമ്മളെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിച്ചിട്ട് പിന്നലെ എന്നെ കണ്ട പലരും എന്നെ ചിരിച്ചിട്ട് നല്ല ഫേസാണ് പക്ഷേ ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടെൻഷൻ എന്താ ഞാൻ എന്താ നിങ്ങൾക്ക് അറിയൂ ഇല്ല അറിയൂ അതിന്റെ ഉള്ളും ഇങ്ങനെ ഉരുകുരുകിട്ടാണെങ്കിലും ഞാനും അത്യാവശ്യം കൂടാനുള്ള സാഹചര്യം കൂടി ഉണ്ടായിട്ട് അപ്പൊ കുഴപ്പമില്ല കാര്യമില്ല അതൊക്കെ എന്താ ചെയ്യും നമ്മളെ ലൈഫിൽ വരുന്നത് നമ്മൾ തന്നെ അനുഭവിക്കണം നമ്മൾ തന്നെ നേരിടണം അല്ലേ പല കാര്യങ്ങളും ഈ മാസം കടന്ന് കിട്ടണമെങ്കിൽ നല്ലൊരു കടമ്പ കിടക്കണം കാര്യമില്ല എന്തെങ്കിലും ഒക്കെ ദൈവത്തിൻ്റെ എല്ലാം അതുപോലെ ആ സമയം നമുക്കെല്ലാം എന്തെങ്കിലും ചെയ്ത് തരുന്നതാവും അപ്പം അങ്ങനെ നമുക്ക് ഓരോ കാര്യം നിങ്ങൾ ഈ ഒരു അരമണിക്കൂർ കൊണ്ട് കണ്ടോണ്ട് ഒരു മനുഷ്യനെ ഫുള്ളും ഇങ്ങനെയാണ് നിങ്ങൾ ഡ്രസ്സ് എടുത്തിട്ട് ആർപ്പാണ് എന്ത് ഡ്രസ്സ് എടുത്ത് വിഷുവിന് ഞാൻ ആകെ 3-4 മാക്സ് എടുത്തു അത് ഞാൻ പറഞ്ഞില്ല ഈ പണിക്കാർ പറഞ്ഞത് കോട്ടൻ്റെ അനിയൻ്റെ ഫുഡ് എൻ്റെ മാക്സ് കൂടെ പോയിരുന്നു പിന്നെ അലമ്പായിണ്ടായിരുന്നു 50 നരച്ച മാക്സികളാണ് പിന്നെ ഇപ്പൊ എന്റെ കയ്യിലുള്ള നരയ്ക്കാത്ത 3 മാക്സ് എടുത്തു കൊടുക്കുക ഞാൻ പലപ്പോഴും പോയി കായ വെട്ടാൻ പോകുമ്പോ ഇതിലൊക്കെ എല്ലാം കറയെ പോയി കായക്കറയായിട്ട് പിന്നെ നിങ്ങൾ കാണുമ്പോ ഈ എക്സിബിഷനിൽ 4 മുണ്ട് മേടിക്കും 500 രൂപയ്ക്ക് 3 മുണ്ട് കിട്ടും അപ്പോൾ അതും നമുക്ക് അത്യാവശ്യമാണല്ലോ അങ്ങനെയാണ് അല്ലാണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല നിങ്ങൾ സ്വരൂപിച്ച് വെക്കാച്ചെങ്കിൽ നമ്മുടെ ഒന്നുമില്ല എന്നാൽ അത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫ് ഇങ്ങനെ താളം തെറ്റി പോകുമ്പോൾ നമ്മൾ എന്തിനാ ഇപ്പം നമ്മൾ സ്വരുകൂട്ടി വെക്കുന്നത് നമ്മുടെ ജീവിതം താളം തെറ്റി അല്ല ഞാൻ ചിന്തിക്കട്ടെ നമ്മൾ എന്തിനാ ആർക്കും എന്തിനാണ് സ്വരുകൂട്ടി വെക്കുന്നത് ഇപ്പോൾ ലോകത്തിൻ്റെ പോക്ക് കാണുമ്പോൾ നമ്മൾ ഈ സ്വരുകൂട്ടി വെച്ചു നാളെ അത് അനുഭവിച്ച് നമ്മുടെ കുണിക്കേണ്ട അവരുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും സാധിച്ചു കൊടുക്കാണ്ട് ഇതൊക്കെ ഞങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് നാളെ ഞങ്ങളോ അവർക്കും എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് ആരാ അനുഭവിക്കുക ആർക്കിപ്പോൾ നമ്മൾ എടുത്തേക്കണം അപ്പോൾ അവരുടെ ആഗ്രഹം അവരുടെ ചെറിയ ആഗ്രഹങ്ങൾ ഞങ്ങൾക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റാറില്ല വലിയ വലിയതൊന്നും ഞങ്ങൾക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റാറില്ല ചെറുത് എങ്ങനെയെങ്കിലും പറഞ്ഞില്ലേ ഞങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ സാധിപ്പിച്ചു കൊടുക്കാം നിങ്ങളെ വഴിയായിട്ടും മറ്റുള്ളവരെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ വഴിയായിട്ടും അങ്ങനെയൊക്കെ നടന്നു പോകുന്നത് അത്രേ ഉള്ളൂ അങ്ങനെ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു നമ്മളിനി എന്തായാലും ഒരു ടൈം ലൈഫിലേക്ക് പോവുകയാണ് അല്ലേ കുറേ നാൾക്ക് ശേഷം നിങ്ങളോട് സംസാരിക്കണം തോന്നി അത് സംസാരിച്ച് അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മുടെ പൊന്നൂനും ക്ഷമിക്കും വർക്കുണ്ട് അപ്പോൾ അവർ പോകുമ്പോഴേക്കും നമ്മുടെ കാർത്തൂന് ഇങ്ങോട്ടാക്കി തരും അപ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചത് നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് നമ്മുടെ കിണറ്റിലെ വെള്ളം കാട്ടി കൊടുത്തില്ലല്ലോ കാട്ടി കൊടുക്കാം കിണറ്റിലെ വെള്ളം കാട്ടി കൊടുക്കാൻ പോകുമ്പോൾ ഫോണ് കറക്റ്റ് പിടിക്കുക
ഫോണതിൽ പോയാൽ ഞാൻ ഇറങ്ങും പറഞ്ഞിട്ട് ഇപ്പൊക്ക് വയ്ക്കുമെന്ന് അറിയില്ല. കേറാനോ അല്ല എന്താ വെച്ചെങ്കിൽ ഇറങ്ങായാലും വീഴായാലും അത് ഇത്ര കഴുത്തരപ്പം വെള്ളമുണ്ട്, അപ്പൊ ഒന്നും സംഭവിക്കില്ല. മുങ്ങി പോവുന്നില്ല, പറഞ്ഞില്ല ഫോണതിൽ മുങ്ങിപ്പോവും. ഐഫോണാണെന്ന് പറഞ്ഞു. അതല്ല എന്നെ 2 ദിവസം കഴിഞ്ഞ് കയറാന്ന് പറഞ്ഞില്ല, അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാ. അത് ആ ഒരു മനസ്സിലിരിപ്പ് ഉണ്ടാവില്ല. ഉണ്ണി 2 ദിവസം, അതായത് അതെ പലരും കാണുമ്പോഴും ഇപ്പൊ ഇന്നലെ ശോഭയിൽ പോയിട്ട് സിനിമ കാണുമ്പോഴും നമ്മൾ ഇരുന്ന കസാര ഉണ്ടാകുന്ന ആൾക്കാർ ഞെട്ടും. സത്യം തന്നെ. സത്യത്തിൽ ഞങ്ങൾ പോലും അറിയുന്നതൊക്കെ ഷേപ്പിങ് ചെയ്തേക്കുന്ന ഓരോ കാര്യങ്ങളല്ലേ. അവന്റെ ഉണ്ണി പറഞ്ഞതിൽ ഇപ്പൊ 2 ദിവസം എന്നെ ഒഴിവാക്കാന്ന്. ഉണ്ണി ആശുപത്രിയില് ഒരു ദിവസം ഞാൻ ആശുപത്രിയിൽ രാത്രി കിടന്നുള്ളൂ. 2 ദിവസം ഉണ്ണി കിടന്നു. എന്താ വെച്ചെങ്കിൽ കൊടുക്കനും കുണിക്കും കട്ടക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് ഫാൻ പറ്റാത്ത കാര്യം, ഫാൻ ഇടാൻ പറ്റില്ല. അപ്പൊ കാരണം ചൂടെടുത്തിട്ട് കിടക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു നിമിഷം ഉണ്ണിയില്ലാണ്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നത് എനിക്കറിയുള്ളൂ എങ്ങനെയാണ് എനിക്ക് ഉറക്കം കിട്ടുന്നുണ്ടോ കാര്യങ്ങൾ. ഞാൻ ഈ വണ്ടിയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ഈ തൂങ്ങണതല്ല, എൻ്റെ ഉറക്കം രാത്രിക്ക് കിട്ടുന്നില്ല. ഒരുപാട് എന്തോ പറയും, എല്ലാം കൊണ്ടൊരു അപ്പൊ അത് ഉണ്ണി പോയാലും പോയാലും ഒക്കെ എനിക്ക് വിഷമമുള്ള കാര്യങ്ങളാണ്. ഫോണുണ്ടി ഒരേപോലെ ഇപ്പൊ ഇത് നമ്മുടെ ജീവിതമാർഗം അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ കാണണ്ട. ഇത് നമുക്ക് നഷ്ടപ്പെട്ടാൽ വലിയ വില. അമ്മ ഫോൺ കൊണ്ട് നടക്കുന്നത് കാണുമ്പോഴാന്ന് പറയും. എന്താ വെച്ചാ നമ്മുടെ ജീവിതം പറയാം, അപ്പൊ അത് അതുപോലെ കൊണ്ടു നടക്കും. അത് എല്ലാവരും ശ്രദ്ധിക്കില്ല. ഇത് ഞാനിത് കുട്ടികൾക്ക് കിട്ടണ വിധത്തില് അവരിതൊന്നും അറിഞ്ഞിട്ടാവില്ല. ചിലപ്പോ മേശരം കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കാർത്ത് അല്ലെങ്കിൽ ആരായാലും അറിഞ്ഞിട്ടെന്നല്ല എത്തിപ്പിടിച്ച് താഴ്ത്തു വീണ പൊട്ട. അപ്പം ഞാനിതൊക്കെ കറക്റ്റ് മേശമ്മ വെക്കുകയാണെങ്കിൽ നടുക്കേക്ക് കിട്ടാത്തോടത്ത് വെക്കും. അങ്ങനെ ഞാനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഇതിങ്ങനെ നടക്കുമ്പോൾ ഓരോ സാധനങ്ങൾ അതിൻ്റെ വഴിക്ക് വെക്കാൻ ഭ്രാന്തായിട്ടൊന്നുമില്ല. മനസ്സിലായി അങ്ങനെ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. വെള്ളം കാണിച്ചു പപ്പു വെള്ളം കാണിച്ചു കൊടുത്തിട്ട് എന്നിട്ട് വേണം കുണക്കാക്കി ചമ്മന്തി ഉണ്ടാക്കണം, ചട്നി ഉണ്ടാക്കണം, ദോശ. പിന്നെ എവിടെ ഇന്നലെ കറിക്കെടുത്തില്ലേ? അതെയാ പൊളിച്ചതുണ്ട്. ഇന്നലെ വെള്ളയപ്പത്തിനെടുത്തത് പോവാ നമുക്ക്. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ കിണറ്. എന്നാ 2 കോല് മേലെ വെള്ളമുണ്ട്. 2 കോലക്ക് മേലെ വെള്ളായി ഉണ്ടോ? കണ്ണീര് പോലത്തെ വെള്ളായിട്ടാ. വെള്ളം സെറ്റാണ്. എത്ര കോലുണ്ടാവും ചേട്ടത്? 7 കോല് ഏകദേശം. അത്ര എവിടെന്ന് 5.25 കോലല്ലേ മിഞ്ഞാൻ നടന്നപ്പോ ഉണ്ടായിരുന്നത്. ഇന്നലെ എത്ര കോല് ഇറങ്ങിണ്ടാവും? ഇന്നലെ മിഞ്ഞാന്ന് നമ്മൾ നോക്കുമ്പോൾ 5.25 കോലായിരുന്നു കേട്ടോ. അപ്പോൾ പേരെന്നൊരു 6.25 കോലായിട്ടുണ്ടാവാൻ വഴിയുള്ളൂ. അതിന് കൂടുതൽ എന്തായാലും താഴാൻ പറ്റും. എന്താ വെച്ചാൽ ഇന്നലെ അവർക്ക് പണി നടന്നിട്ടില്ല, വെള്ളം വന്നുകൊണ്ടിരിക്കണ പണി. എങ്ങനെയാണ് പറയണ ഇപ്പം പറ? ഒരു പോലെ എവിടെന്ന് ഇല്ലുണ്ണിയെ. അങ്ങനെ നമ്മൾ പണിയോട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നടക്കലൊക്കെ ഇന്നലെ തുടച്ചിട്ട് പോയതാണ്. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് വെറുതെ തുടച്ചു. പിന്നെ ഇന്നലത്തെ ചോറ് തിളപ്പിച്ച് വിട്ടാണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ പൊന്നു ഷെബി വരുമെന്ന് വെച്ചിട്ട് ഞാൻ എന്നും അവർക്കുള്ള ചോറ് വയ്ക്കും കേട്ടോ.
അവർ വരികയാണെങ്കിൽ അവരൊന്നും വന്നില്ലെങ്കിൽ അപ്പോൾ ഇന്നലെ അവർ വരാത്ത കാരണം അപ്പോൾ ഇന്നേക്ക് തിളപ്പിച്ചൂറ്റാൻ എടുത്തുവിട്ടത്. അപ്പോൾ ഇന്ന് തിളപ്പിച്ചൂറ്റ ഇന്നെങ്കിലും അവർ വരാണ്ടിരിക്കണം എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഞങ്ങൾക്ക് എന്നും അവർക്കുള്ള ഒരു നേരത്തെ ഫുഡ് ഞങ്ങൾ രാവിലത്തേനും ഉച്ചത്തേനും അവർക്കും നമ്മൾ സെറ്റ് ചെയ്യും. വന്ന് അവർ കഴിക്കും. മാവൊക്കെ ആണെങ്കിൽ ഞാൻ വന്നതിന് ശേഷം ചൂടുള്ളൂ കേട്ടോ. ദോശമാവൊക്കെ ആണെങ്കിൽ അവർക്കുള്ളത് അരച്ച് വയ്ക്കും. അങ്ങനെ നമ്മൾ ഈ വിഷുവിൻ്റെ സാമ്പാറാട്ടോ ലാസ്റ്റ് അതിങ്ങനെ കൊണ്ട് ചൂടാക്കി കഴിഞ്ഞാൽ സാമ്പാർ ഫിനിഷ്. അങ്ങനെ അപ്പോൾ സാമ്പാർ ചൂടാക്കി വെച്ചിട്ടുണ്ട്. കുണുക്കൻ തലേദിവസം ഉറങ്ങുമ്പോൾ പറഞ്ഞിട്ട് രാവിലെ ദോശയും ചമ്മന്തി ചട്നിയും സാമ്പാറും വേണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നലത്തെ ചോറ് ഇന്നലത്തെ ചോറുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് തിളപ്പിച്ച് നമ്മൾ പൊന്നു ഷേപ്പിൽ വരുന്ന വെച്ചാൽ അവർക്കുള്ള ചോറ് അരി ഒന്നും നടപ്പത്തിടും. അവർ വന്നില്ലെങ്കിൽ നല്ല ചായയുടെ മണം. അതായത് നമ്മൾ വയനാട്ടിൽ നിന്ന് നമ്മൾ ചുരം ഇറങ്ങി വരുമ്പോൾ അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് ഏലക്കയുടെ തേയില മേടിച്ചോട്ടോ. എന്തൊരു ടേസ്റ്റ് ചോട്ടെ. ഞാൻ 100 മേടിച്ചോ. ഏലക്കിട്ടുള്ള തേയില. അങ്ങനെ ഒരു പണ്ട് തന്ന ഇതിൽ ഏലക്ക് കൂട്ടിയിട്ടുള്ള തേയില. അതാണ് അതിന്റെ ഫ്ലേവർ. ഏലക്ക മാത്രം. ഇതിൽ വേറെ ഒന്നുമില്ല. ആയിക്കൊക്കെ നല്ലൊരു ഉടവാട്ടോ. ഇത് വിത്തൗട്ടാട്ടാ. നമ്മള് പഞ്ചസാര ഒന്നും ഇടാറുണ്ട്. വിത്തൗട്ടാട്ടാ. പക്ഷെ നല്ലൊരു അവരെ നമ്പർ മേടിച്ചെന്നാൽ മതി. നമുക്ക് കൊറിയറിങ്ങിന് ചെയ്ത് തരും ചോദിക്കാം. നല്ല തേയില സത്യമായിട്ടും നല്ല രസമുള്ള തേയില. നമ്മളിവിടെ നിന്നൊക്കെ മേടിക്കുന്നതിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ. അടിപൊളി തേയില. ഞാനവിടെ പോകുമ്പോൾ തേയിലകളൊന്നും മേടിക്കാത്ത ആളാണ്. പക്ഷെ അടിപൊളിയാണ്. അക്രമങ്ങൾ നോക്ക്. ഉറങ്ങണോടുന്ന് അച്ഛൻ വന്നാലേ എനിച്ചായിട്ട് വിളിച്ച് കൂകിയിട്ട് അച്ഛൻ പോയി എടുത്തു. ഇതൊക്കെ എടുത്ത് കൊടുന്ന് വരുമ്പോൾ നാളെ അവസാനം അച്ഛൻ ആരാവും? ശശിയാവും. അവരെ കാര്യത്തിനൊക്കെ തുള്ളണ ആളെ അച്ഛനായിട്ട്. ഞാൻ അങ്ങനെ ഒന്നും തുള്ളി നിൽക്കാറില്ല കേട്ടോ. അത് വേറെ കാര്യം. വേണമെങ്കിൽ അയച്ചു വന്നാൽ അതിരിക്കും. നമ്മൾക്ക് പ്രാന്തത്തിയുള്ള എന്തി മുടിയിട്ടുണ്ടായി. വഴി ഉണ്ടാക്കാനല്ലോ അത്രേ ഉള്ളൂ. ബ്രഷ് എടുത്തേറ്റ അപ്പോൾ ദോശമാവ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് ശോഭന. പക്ഷെ ഒട്ടും കൊള്ളില്ലായിരുന്നു കേട്ടോ. ആദ്യം ഈ പണ്ട് ഞാൻ ഒരിക്കൽ ഈ കമ്പനിയിൽ മേടിച്ചപ്പോൾ നല്ലതായിരുന്നു. പക്ഷേ ഇപ്പോൾ തീരെ വെളുത്തിട്ട് ദോശ ഇരിക്കണം. ഇവിടെ കുണുക്കിന് പിന്നെ നമ്മുടെ ആ ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ആ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ എത്ര പൊട്ട ദോശമാവാണെങ്കിലും അടിപൊളിയാവും കേട്ടോ. അങ്ങനെ സാമ്പാർ ചൂടാക്കിയത് ഈ ചട്നി വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാളേഞ്ചേരിക്ക് അതിലേക്ക് 2-3 പച്ചമുളക് ഇട്ടു. തരി കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടാണ്ട് അരച്ചപ്പോൾ നമുക്ക് ചട്നി സെറ്റായിട്ട്. പിന്നെ ഞാൻ കാച്ചാനൊന്നും ഞാൻ നിന്നില്ല. എങ്ങനെയായാലും അവർ കഴിക്കുന്ന കാച്ചി കുറച്ച് എണ്ണയൊന്നും അതിൽ കൂട്ടണം വെച്ചു. അങ്ങനെ ചട്നി കാച്ചി ചമ്മന്തി ആയിട്ട് തന്നെ ഒരു വലിയ സബോള ഇട്ടും 3-4 വറ്റൽമുളക് 1/2 ടീസ്പൂണോടത്തോളം കുത്തിയ മുളക് ഇട്ടു. പിന്നെ കല്ലുപ്പിട്ടു. പിന്നെ എന്താ സൊറുക്കാട്ടോ വയ്ക്കുന്നത്. വിനാഗിരി എന്ന് പറയും, സൊറുക്ക എന്ന് പറയും. പലയിടത്തും പലതും പറയും കേട്ടോ. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ സെറ്റ്. നമ്മുടെ ചമ്മന്തിക്കെല്ലാം കൂട്ട് സെറ്റായിട്ട് വേറെ ഒന്നും ഇടണ്ട. ഇത് മാത്രം ഇട്ടാൽ മതി. പലരും പറയും തക്കാളി ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഇട്ടില്ല, എങ്ങനെ ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ. സബോള ഇട്ടു, വറ്റൽമുളക് ഇട്ടു, കുത്തിയ മുളക് ഇട്ടു, ഉപ്പിട്ടു, വിനാഗിരി ഒഴിച്ചു, തക്കാളി. ഈ ഒരു 6 എണ്ണം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി തക്കാളി ചമ്മന്തി. കുത്തിയ മുളകിന് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ വലിയ വറ്റൽമുളക് ഇട്ട് കൊടുത്താലും മതി. ഇനി വറ്റൽമുളക് ഇല്ലെങ്കിൽ കുത്തിയ മുളക് ആയാലും മതി. മുളക് പൊടിയേക്കാളും നല്ലത് ഇത് രണ്ടും ഇടുന്ന കേട്ടോ. അങ്ങനെ അത് നന്നായി വാട്ടിയതിന് ശേഷം അത് ചമ്മന്തി അരച്ച് വെച്ചു. അങ്ങനെ നമ്മൾ ഈ അടുത്ത് ദോശ ചുട്ടെടുക്കാം കേട്ടോ. മാവ് നേരെ ചുറ്റാനും ഒന്നിനും പറ്റാത്ത ദോശ. നെയ്യിൽ ചുട്ട ദോശ അല്ലേ? ദോശ ഉണ്ടോ മോനെ? അപ്പൊ പിടിച്ച് ഉമ്മണ്ണമ്മച്ചി അമ്മച്ചി പറഞ്ഞല്ലോ.
അങ്ങനെ വഞ്ഞേ അപ്പ പറ്റിട്ടെ അപ്പ പറ്റി മീച്ചു കൊത്തൂല്ലേ. കുട്ടിക്ക് ദോശ ഉണ്ടാക്കിയാലോ, കുട്ടിക്ക് ദോശ ഉണ്ടാക്കുന്നത്, ദോശ വെളുത്തിട്ടിരിക്കുന്നു. നാളെ നമുക്ക് നമ്മളെ ദോശ ഉണ്ടാക്കാം കേട്ടോ. സായിപ്പിന്റെ കുട്ടിയാ, വെളുത്ത സായിപ്പ്. അതാ ദോശ. എവിടെ കാത്തു കാത്തു നാളികേരം തട്ടാ മോണി, നാളികേരം ചടിക്കുമ്പോൾ തിന്നല്ലേ ഒത്തിരി. അപ്പാപ്പി മോള് നടക്കണണ്ട. പക്ഷെ കാത്തു ഭയങ്കര നല്ല കാർത്തിന്റെ സ്നേഹ അല്ലേ. നമ്മളൊരു ഭയങ്കര ഇഷ്ടം. കാത്തു നിങ്ങൾ ദോശ കഴിക്കാൻ പോയോ? എല്ലാവരും ദോശ കഴിക്കാൻ. അങ്ങനെ പൊന്നു ദേ കാർത്തൂന് കൊണ്ട് വന്നിട്ട്. അപ്പം ഞാൻ ദോശൻ്റെ കാത്തു തന്നെ അമ്മമ്മ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അമ്മമ്മ എന്നല്ല പപ്പ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം വെച്ചിട്ടുണ്ട് കാത്തു വെച്ചപ്പോൾ വന്നിട്ട് അവർക്ക് വരുമ്പോൾ അവർക്ക് ഇന്ന് വർക്കളാകാൻ അവർക്ക് ഉണ്ടാക്കാനോ നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ കാർത്തൂന് ഒരു പകുതി ദോശ പൊട്ടിച്ച് കാർത്തൂൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. കാർത്തൂന് എപ്പോഴും തന്നെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അങ്ങനെ കാർത്തൂൻ്റെ കയ്യിൽ കൊടുത്ത് പൊന്നു പറഞ്ഞു ഞാൻ പോവാം അമ്മാനോട്. അപ്പോൾ പൊന്നിന് കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് ഇട്ട് വെച്ച ദോശയും ചമ്മന്തി ചട്നിയൊക്കെ കേട്ടോ. പൊന്നിന് കഴിക്കാൻ നേരില്ല. അപ്പോൾ ഞാൻ ആ ദോശ പാത്രത്തോടൊക്കെ വിട്ടോ വണ്ടി തന്നു. അങ്ങനെ അവൾ ആ പ്ലേറ്റിൽ തന്നെ ദോശയും ചമ്മന്തി കൂടി വണ്ടിയിൽ കയറി കഴിച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ കൊണ്ട് കൈ തുടച്ച് അവിടെ ഇരിക്കാറ്. പാത്രം വന്നു കഴിഞ്ഞാൽ ഇതാക്കലുണ്ടോ ഞാൻ കൊണ്ടുപോക്കണം. അല്ലെങ്കിൽ ചില നേരത്തെ അവർ ഭക്ഷണം കഴിക്കാണ്ട് വർക്കിന് പോകും. അപ്പോൾ അങ്ങനെ അവർക്കുള്ള ദോശയും ചട്നി ചമ്മന്തിയൊക്കെ ആയി കൊടുത്ത് വെച്ചു. ഇനി ഇവിടെ ഓരോരുത്തർ പിന്നാലെ വരുന്നുണ്ട്. അമ്മ വിശക്കുന്നുണ്ട്, അമ്മ വിശക്കുന്നുണ്ട്, അമ്മ വിശക്കുന്നുണ്ട് എന്നിട്ട് ആൾക്കാർ പിന്നാലെയാണ് കേട്ടോ. അങ്ങനെ ആദ്യം നമ്മുടെ കാർത്തുമ്മയ്ക്ക് ഒരു ദോശയും കുറച്ച് സാമ്പാറും ചട്നി ചമ്മന്തിയൊക്കെ ആക്കി കൊടുത്തിട്ട് അവൾ എല്ലാവരും കഴിക്കും കേട്ടോ. കാർത്തും നമ്മുടെ ഒരു 1.5 വയസ്സ് തൊട്ടുള്ള പോലെയല്ല, അവളെല്ലാവരും തക്കാളി ചമ്മന്തി ഇപ്പം നിങ്ങളല്ല മിളകിട്ട തക്കാളി ചമ്മന്തിയൊക്കെ കോരിയിട്ട് തിന്നുക ഭയങ്കര ഇഷ്ടമാട്ടോ കാർത്തുന്. അങ്ങനെ അച്ചാച്ചൻ മാമ്പൂ ശരിക്കുള്ള തേങ്ങ ചെരുകാൻ വന്നാട്ടാ. നന്നായിട്ട് നാളികേരമൊക്കെ ചെരുകി വന്നു. അതിൻ്റെ ഇടയിൽ നമുക്ക് കാർത്തൂന് നോക്കണം കൊടുക്കാൻ. കണ്ണ് തെറ്റി കഴിഞ്ഞാൽ 3 ആളും എന്ത് കുരുത്തക്കേടാണ് ചെയ്ത് വയ്ക്കുന്നത് നമുക്കൊരു പിടുത്തമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പണിയുള്ള ഇടയിൽ ഒരു 3 ആളെ നോക്കും വേണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് എന്ത് ചെയ്ത് ചുമ്മ നമ്മളൊന്ന് റൊമാൻറ്റിക് ആയിരുന്നു. അങ്ങനെ കിച്ചണിലേക്ക് പോകുമ്പോൾ ഞാൻ ചില നേരത്തെ ഇങ്ങനെ ചില നേരത്തല്ല എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ എനിക്കുള്ള കുറച്ച് പപ്പായ എന്നല്ല ശോഭയിൽ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പപ്പായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് പപ്പായ. അപ്പം അതിൻ്റെ പകുതി ഇന്നലെ തന്നെ ഞാൻ കഴിച്ചു. ഒരു കാവാശിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പകുതി ഇരിക്കുന്നുണ്ട്. വലിയ എനിക്കൊന്നും 2 കിലോ മേലുണ്ട് കേട്ടോ പപ്പായ. വലിയ പപ്പായ ആയിരുന്നു. അപ്പോൾ ഈ മാമ്പഴം ശരിക്കുള്ള മാമ്പഴമാണ് ഇപ്പുറത്ത് ചട്ടിയിലിരിക്കുന്നത് കേട്ടോ. ഞാൻ മാമ്പഴത്തിലേക്ക് ഇന്നാൾ കുറേ മാമ്പഴം കിട്ടിയപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഫീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വെള്ളം ഒഴിച്ച് സെറ്റാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ദോശയും ചമ്മന്തിയും കൊടുത്തു. എനിക്കൊരു ദോശ, കുറച്ച് ചട്നി, കുറച്ച് സാമ്പാർ, ചമ്മന്തി എനിക്കെടുത്തു കേട്ടോ. ഒരു ദോശ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പപ്പായ കഴിച്ച് വയറ് നിറയ്ക്കാമല്ലോ. ഇപ്പം ഞാൻ അങ്ങനെ കുറേശ്ശെ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, എനിക്ക് ബ്ലഡ് ഇല്ലാത്തതിനും ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചോദിച്ചു ഫ്രൂട്ട്സ് മാത്രമായി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ദോശ കഴിക്കും, ഒരു ദോശയും ചട്നി സാമ്പാറൊക്കെ കഴിച്ചു. കുറച്ച് പപ്പായ, നമ്മുടെ പപ്പായ വായിൽ വെച്ച് തന്നെ ഒരാളെ നോക്കി കാർത്താണ് കേട്ടോ. അച്ചാച്ചനും അമ്മാമ്മയ്ക്കും എല്ലാവർക്കും അവളൊരു കടിയടിക്കും. അതിന് അമ്മാമ്മയ്ക്ക് തരും, അച്ചാച്ചന് തരും, കുറേ ഉമ്മ തരും. മൂപ്പര് ഭയങ്കര ഞങ്ങളുടെ ഇടയിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കാർത്തുമ്മ. അമ്മയെന്ന് ഇടയ്ക്ക് ചോദിക്കും. അപ്പോൾ അമ്മ ബാത്റൂമിലാന്നൊക്കെ പറയുമ്പോൾ പിന്നെ മൂപ്പരിൽ നിന്ന് കളിച്ചോളും. പിന്നെ കുറേ കഴിയുമ്പോൾ അവൾക്ക് മനസ്സിലാവും കേട്ടോ അവളമ്മ ജോലിക്ക് പോയതാണ്. അങ്ങനെ ഇവിടെ അച്ചാച്ചൻ ഫുഡ് അടി കഴിഞ്ഞിട്ട് തുണികൾ തോരയിടാൻ വേണ്ടി വാഷിംഗ് മെഷീനിൽ എടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു അടുക്കളയുടെ സൈഡിൽ തന്നെയാട്ടോ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇത് പണിത് വന്നപ്പോൾ ബാക്കിൽ അടുക്കള കുറച്ച് വലിയ അടുക്കളയായിട്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ നമ്മുടെ ഈ ഒരു അടുക്കളയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. വല്ലാത്തൊരു സെറ്റ് അടുക്കള എന്നല്ല ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു വൃത്തിയിലും എടുപ്പിലൊരു അടുക്കള പണിയണമെന്ന് വിചാരിച്ചു. അത് കുഴപ്പമില്ലാണ്ട് സെറ്റായിട്ട്. അപ്പോൾ ഇവിടെയാണ് ഇപ്പം ഞങ്ങൾ പണിയെടുക്കുന്നത്. മറ്റടുക്കളയിൽ നമ്മൾ പാല് കാച്ചലോ ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് ഈ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകാനുള്ള പരിപാടിയിലാണ് കേട്ടോ.
അപ്പം ഇന്നലത്തെ തലേദിവസത്തെ പാത്രം കഴുകിയത് കൊട്ടയിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാത്രങ്ങൾ അടക്കി പാത്രങ്ങൾ ബാക്കിയുള്ളതൊക്കെ കഴുകാനുള്ള പരിപാടി നോക്കട്ടെ. അങ്ങനെ മാമ്പഴ പുളിശ്ശേരിക്ക് മാമ്പഴം അടുപ്പത്ത് വെച്ചു, മഞ്ഞപ്പൊടി ഇട്ടു, നുള്ളു മുളകും പൊടി ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ച് കേട്ടോ. അതിൽ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇട്ടിട്ട് അതൊന്ന് വേൽപ്പിക്കും. നമ്മളിതിപ്പോൾ അടുത്തായിരിക്കില്ല അരപ്പ് ശരിയാക്കാൻ കേട്ടോ. ഞാൻ നാളികേരവും നല്ല ജീരകവും പച്ചമുളകും മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല ചാന്ത് പോലെ അരിക്കും കേട്ടോ. വേറെ അരി കഷ്ണങ്ങളോ മറ്റുള്ള കൂട്ടുകളോ ഒന്നും ഇടില്ല കേട്ടോ. പിന്നെ ഇതേ ഇപ്പോൾ മാമ്പഴത്തിൽ കുറച്ച് പായസത്തിന് വേണ്ടിയിട്ട് വിഷുവിന് ഞാൻ ഉരുക്കി വെച്ച ശർക്കര നീരുണ്ടായിരുന്നു, അതാട്ടോ ഒഴിച്ചത്. ഞാൻ ചില നേരത്തെ ശർക്കര നീര് ഒഴിക്കും, അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടാ മധുരത്തിന് എന്തെങ്കിലും ഒന്ന്. അങ്ങനെ ഇത് അരപ്പൊക്കെ സെറ്റായിട്ട് വന്നു. ഞാൻ അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ അരപ്പിന് നാളികേരം നല്ല ജീരകം പച്ചമുളക് വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് അരപ്പ് ഒഴിച്ചതിന് ശേഷം നല്ല കട്ട തൈര് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേശ്ശെ വെച്ചിട്ട് തിളച്ചിട്ട് ഓഫ് ചെയ്തതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ കട്ട തൈര് വെച്ച് കൊടുത്തത്. പുളിയില്ലാത്ത തൈരാട്ടോ. എന്താ വെച്ചാൽ ഈ ഒരു മാങ്ങയ്ക്ക് മാങ്ങയ്ക്കാൻ ഭയങ്കര പുളി, ആ മാങ്ങയ്ക്ക് തന്നെ ഓൾറെഡി മധുരം പുളിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല കട്ട തൈരൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തു. പിന്നെ അതിൽ കാച്ചിന് വീഡിയോ എടുക്കാൻ മറന്നു, അതുണ്ടായത്. മുളകും വറ്റൽമുളകും ഉലുവയൊക്കെ ഇട്ടിട്ട് കാച്ചി കൊട്ടിയിട്ട് വേറെ ഒന്നുമില്ല. അങ്ങനെ അടിപൊളി മാമ്പഴ പുളിശ്ശേരി റെഡി. അപ്പോഴേക്കും ഇവിടെ തന്നെയായിട്ട് നമ്മൾ കണി വെച്ചതിൻ്റെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ നിന്ന് നന്നാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിക്കുള്ള ബീട്രൂട്ടും തന്നെയായിട്ട് അരിഞ്ഞു തന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് വെച്ചു. പിന്നെ നമ്മളിതിലേക്ക് ഒരു സബോളയും ഒരു 5-6 പച്ചമുളകും കൂടിയിട്ട് ചോപ്പ് ചെയ്തത് കറിവേപ്പിനും കൂടിയിട്ട് ഇട്ടിട്ട് നന്നായി ഒന്ന് തിരുമ്പിയിട്ട് അടപ്പത്തിട്ട് നമുക്ക് ബീട്രൂട്ട് ഉപ്പേരി വെറും 5 മിനിറ്റുള്ളിൽ ഉണ്ടാക്കട്ടെ. ഈ ചോപ്പർ ഉണ്ടെങ്കിലോ ബീട്രൂട്ട് ഉപ്പേരിനൊക്കെ എത്ര എളുപ്പമാണെന്ന് അറിയും. നല്ലതുമാണ്. നമ്മുടെ ബ്ലഡ് കാര്യങ്ങളൊക്കെ വെക്കാൻ. എനിക്ക് ബ്ലഡ് കുറവായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ബീട്രൂട്ട് ഉപ്പേരി തന്നെ വെക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇത് നമ്മുടെ ബീട്രൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. 1 ടീസ്പൂണോടത്തോളം കടുക് പൊട്ടിച്ചു, കുഞ്ഞ് ടീസ്പൂൺ കേട്ടോ. പിന്നെ നമ്മളിത് കൂട്ട് ബീട്രൂട്ടും സബോളയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് തട്ടി ചെറിയ തീയിലൊരു 10 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റ് എന്താ വെച്ചാൽ നല്ല കന പോലെ ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്ത് നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഓരോ പണികളും ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലേ ദിവസം ചെമ്മീൻ മേടിച്ചിട്ട് ഞാൻ മസാല പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വലിയ ചെമ്മീനായിരുന്നു കേട്ടോ. മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും പൊടിയൊക്കെ ഇട്ട് മസാല പറ്റി വെച്ച് ചെമ്മീനാട്ടോ. എനിക്ക് വേറെ മസാല ഒന്നും ഇടുന്നത് ഇഷ്ടമില്ല, അതുകൊണ്ട് അത് മാത്രമേ ഇട്ടുള്ളൂ. അങ്ങനെ അത് വറുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് അറിയും, ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്ത് കണ്ട ഒരു കാര്യം കേട്ടോ. അപ്പം ഞാൻ വെച്ചാൽ സ്കിന്നിനേക്കാൾ ഉപരി എനിക്ക് ആവശ്യം ബ്ലഡാണ്. എൻ്റെ ശരീരത്തിൽ ബ്ലഡ് വളരെ കുറവാണ് കേട്ടോ. നമ്മൾ എത്ര ഗുളിക കഴിച്ചിട്ട് ബ്ലഡ് ഉണ്ടായാലും അത് പെട്ടെന്ന് കുറയും. പക്ഷേ ഫുഡ് കഴിച്ചിട്ടുണ്ടാകുന്ന ബ്ലഡ് ആകുമ്പോൾ അങ്ങനെ അത്ര പെട്ടെന്ന് ബ്ലഡ് കുറയാറില്ല. ഡോക്ടർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഫുഡ് കഴിച്ചിട്ട് ബ്ലഡ് വരുത്താൻ തന്നെയാണ് കേട്ടോ പറഞ്ഞത്. ഗുളികയും കഴിക്കണം, ഫുഡ് കഴിക്കണം. ഗുളിക നിർത്താൻ പാടില്ല, ബ്ലഡ് കഴിക്കുന്ന ഗുളികയ്ക്ക് നിർത്താൻ പാടില്ല കേട്ടോ. അത്രയും ബ്ലഡ് കുറവാണ്. അങ്ങനെ ഈ ചെമ്മീൻ വറുക്കാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ മിക്സിയിൽ അരച്ചത് എന്തൊട്ടാന്ന് അറിയും, ബീട്രൂട്ടും ക്യാരറ്റും ഇഞ്ചി നെല്ലിക്ക നല്ല നാടൻ നെല്ലിക്ക കൂടി അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഡപ്പയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഏകദേശം ഈ വറക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മളവിടെ ഒതുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഒരു ടിഷ്യൂൻ്റെ ഒരു പേപ്പർ കഷ്ണം എടുത്തിട്ട് നമ്മൾ ഈ ബോട്ടിലുകൾ നമ്മൾ ഈ കറി വയ്ക്കുമ്പോൾ തൊടുമ്പോൾ ആ ബോട്ടിലുമൊക്കെ ആവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തുടച്ച് ഇങ്ങനെ ക്ലിയർ ആക്കി വെക്കുക കേട്ടോ. ഓരോ സൈഡ് ഒതുക്കി വരിക. ഉണ്ണിയോടുള്ള കാര്യം നമുക്ക് ഈ പണി തീരില്ല. ഒരാൾ ഒരു സാധനം ചോദിച്ചു തരും, അടുത്ത ആൾ അടുത്തത് ചോദിച്ചു തരും, അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെമ്മിയ വറുത്തതാണ് കേട്ടോ. ആ വെള്ള പാത്രത്തിലിരിക്കുന്നത്. അതിലേക്ക് ഒരു സബോള അരിഞ്ഞിട്ടു, പിന്നെ 2-3 പച്ചമുളക് ചീന്തി അതും വറുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചെമ്മിയ വറുത്ത എണ്ണയിൽ തന്നെ വറുത്തിട്ട് അത് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ വിഷുവിൻ്റെ കുറച്ച് ബാലൻസ് കറികളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കളയാനുള്ള പരിപാടിയിലാട്ടോ. ഇനി അതിരുന്ന ചിലവാവില്ല. അങ്ങനെ ഫ്രിഡ്ജിലത്തെ കറികളൊക്കെ കുറച്ച് ഒഴിവാക്കിയിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ ഒഴിവാക്കി ഫ്രിഡ്ജ് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുറേ ദിവസം കെട്ടി വെച്ചിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് അവിയൽ കൂട്ടുകറി അത് അങ്ങനത്തെ കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പച്ചടി 2 തരമൊക്കെ ബാലൻസ് ആയിട്ട് ഇരിക്കണുള്ളൂ കേട്ടോ. അങ്ങനെ ഇത് ഉള്ള പാത്രങ്ങളൊക്കെ കഴുകട്ടെ. പക്ഷേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് പറയുമോ, ഇപ്പം നിങ്ങൾ ഈ അടുക്കളയിൽ പണിത സിങ്ക് ഉണ്ടല്ലോ, ഈ തൊട്ടി, അത് നമ്മൾ അടിയിൽ ഗ്രാനൈറ്റും സൈഡിൽ ടൈലാണ് കേട്ടോ ഒട്ടിച്ചത്. അപ്പോൾ ഈ നമ്മുടെ അനുവായിട്ട് കാർത്തൂന് ചോറും തൈരും മുതിരപ്പേരും കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് കാണുന്നത്. അപ്പോൾ മോളും ചോറും കാഴ്ച കാണുന്നത്. അനുവേൻ്റെ കൈ കറുത്തിട്ട് ഇരിക്കുന്നത്. അതെന്താ വെച്ചാൽ ആ നെല്ലിക്കും
മാതളൊക്കെ നന്നാക്കി അതിൻ്റെ കറ കൈമ പിടിച്ചാട്ടാനായിട്ട് പറയണത് എൻ്റെ കൈ കറുത്തിട്ട് ആൾക്കാർ എന്തെങ്കിലും പറയുമെന്ന്. പക്ഷെ കൈക്ക് വൃത്തിയില്ലാണ്ടല്ല, ഇതാണ് കൈമ കറ വന്നതാണ് കേട്ടോ. പണിയെടുക്കുമ്പോൾ കൈമ കറയൊക്കെ വരും, അത് സ്വാഭാവികം. അപ്പോൾ ഞാൻ അത് സാരില്ലാനായിട്ടാണ് എന്നെ കാർത്തുമ്മയ്ക്ക് അതിനായിട്ട് പട്ടീനെയും പൂച്ചനെയും കണ്ടിട്ട് ചോറ് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പണികൾ അപ്പുറത്ത് ഓരോന്നായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സിങ്കിൻ്റെ കാര്യം പറഞ്ഞ് നമ്മുടെ അടുക്കളയൊക്കെ സ്റ്റീലിൻ്റെ സിങ്ക് ഉപയോഗിക്കുമ്പോൾ അടിയിൽ മണം വരും, വെള്ളം പോകുന്നതിൻ്റെ അവിടെ ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ തൊട്ടി പണിയുമ്പോണ്ടല്ലോ അത് പേടിച്ചാട്ടോ. അപ്പോൾ കൂടുതലും ഇങ്ങനത്തെ ഒരു തൊട്ടി പണിയായിരിക്കും നല്ലത്, നല്ല ഭംഗിയില്ല പണി കഴിയണ. തീരുമ്പോൾ പണി കിട്ടിയോണ്ടിരിക്കാം. ഓ ഇനി ചോറ് ഉണ്ണാൻ പോയൊരു ഹാള് മൊത്തം കാത്തു കുണുക്കി ചോറ് തെച്ച് തേമ്പിയുണ്ട്. ഞാൻ അത് വൃത്തിയാക്കാൻ പോവാം. അല്ലാതെ നമ്മളാണ് പറയാം, അച്ഛൻ്റെ അമ്മമാർ പൊട്ട ചെയ്തോണ്ടല്ലേ നമ്മളത്ര വെറുത്തിട്ടല്ലേ നമ്മളെ മക്കൾ ഇട്ടെറിഞ്ഞ് പോയിന്ന് ഒരു കമൻറ്റ് കേട്ടോ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ, ഞങ്ങൾ അത്രയും മോശമായ ഒരു അച്ഛനും അമ്മയാണെങ്കിൽ പൊന്നുൻ്റെ മോളെ ഞങ്ങളിൽ നോക്കാൻ തന്നിട്ട് പോയിക്ക് അറിയില്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മക്കളെ അത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ മോശമായിട്ടൊരു പേരൻസ് അല്ല അച്ഛനും അമ്മയാണ് പൊന്നിനെ നോക്കുമ്പോൾ എന്നുണ്ടെങ്കിൽ പൊന്നൊരിക്കലും പൊന്നിൻ്റെ മോളെ ഞങ്ങളുടെ തന്നു പോയില്ലേ. വാ അപ്പോഴത്തേക്ക് അത് ഡ്രസ്സ് ഇട്ടിട്ടില്ല, വേറെ ഒന്നുമില്ല, തിന്നുന്നത് പിന്നെ ഡ്രസ്സുമാക്കുക, അത് ക്ലീനാക്കി തുടയ്ക്കുക, അതാണ് നമ്മൾ പണി ഇല്ല. പിന്നെ കാത്ത് ഹാപ്പി ഒരു ഫ്രാങ്കി ഷർട്ട് കാത്ത് ഹാപ്പി അല്ലേ? അമ്മമ്മയെ പാപ്പി നോക്കണില്ലേ? അപ്പി ഇട്ടൂന്ന്. അയ്യോ കുറ്റി അപ്പിയൊക്കെ ഇട്ടു, അതൊക്കെ കഴിക്കില്ല നമ്മള്. ചുന്തിരിയില്ലപ്പോ എവിടെ അപ്പി ഇഞ്ഞപ്പി ഇടണ നോണ ഇന്നപ്പി ഇട്ടിട്ടുണ്ട കാട്ടുകൊണ്ട് നോണ. അപ്പോൾ എന്തായാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളെ നല്ല അച്ഛനമ്മയാന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. അങ്ങനെ ഒരു കമൻറ്റ് വന്നതുകൊണ്ട് ഞാനിപ്പോൾ റിപ്ലൈ തന്നു കേട്ടോ. അല്ല അപ്പോൾ നമുക്ക് ചിന്തിക്കാമല്ലോ, അങ്ങനെ മോശമായ ഒരു അച്ഛനമ്മയെ അവരുടെ മക്കളെ നോക്കാൻ നമ്മളെ തരില്ല. അങ്ങനെ നമ്മൾ അടുക്കള പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വീട് അടിച്ചുടയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടിപ്പട്ടാളങ്ങൾ എൻ്റെ പിന്നാലെയാണ് നടക്കുന്നുണ്ട്. അപ്പോൾ കാർത്തു ഷെഡ് ഇട്ടിട്ടില്ല, അപ്പോൾ കുണിക്കുമ്പോൾ കാർത്തു ഷെഡ് ഇട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഷെഡ് ഇട്ടിട്ട് വന്നാൽ മതിയിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെഡ് ഇട്ട് വരാനുള്ള പരിപാടിയിലാണ് അവർ. അങ്ങനെ നമ്മുടെ ഇതിൻ്റെ സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ അടിച്ചൊരു തുടയ്ക്കണം. അതിനേക്കാൾ അത് കഴിഞ്ഞാൽ ഈ സിറ്റൗട്ട് അടിച്ചുടച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി ഈ ഒരു മിറ്റം അടിച്ച് തൂക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത പരിപാടി കേട്ടോ. അപ്പോൾ ചൂരും കാര്യങ്ങളൊക്കെ ഓരോണ്ണുള്ളൂ, ഇനിയൊക്കെ മേടിച്ച് സെറ്റ് ചെയ്യാനുള്ള ചൂടൊക്കെ കേടായി, പണിക്കാരും കാര്യങ്ങളും വന്ന് അടിച്ചൊരും പിടിച്ചിട്ട്. അപ്പോൾ ഈ ഒരൊറ്റ ചൂരുള്ളപ്പോൾ ബ്രഷ് കൊണ്ടാണ് കേട്ടോ ഞാൻ അവിടെ അടിച്ചത്. ബ്രഷ് ആ കുണുക്കാൻ തരാണ്ട് കൈ പിടിച്ചടക്കുക ചോദിച്ചപ്പോൾ അത് അവൻ ഡ്രസ്സ് ഇടാൻ പോയതാട്ടോ. അവനോട് ഞാൻ പറഞ്ഞു ഡ്രസ്സ് ഇടാണ്ട് വന്നിട്ട് ബ്രഷ് എടുത്തിട്ട് അടിച്ചു വരുമായിരുന്നു. കണ്ട ബ്രഷ് കയ്യിൽ നിന്ന് വിടുന്നില്ല, ഇതിന് പെഞ്ഞിട്ടിട്ട് ആ ബ്രഷ് അവിടെ വെച്ച് കഴിഞ്ഞാൽ കുണുക്കി എടുക്കുമെന്ന് വെച്ചിട്ട് ബ്രഷ് പിടിച്ചടക്കുക. പിന്നെ അവർ അടിച്ചുകൊണ്ട് വന്നാലും അപ്പോൾ ഈ കമ്പിത്തിരിയുടെ കുറച്ച് ചട്ടയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒക്കനോട് പറക്കണം. അപ്പോൾ ഈ 3 ആൾ കൂടിയിട്ട് എന്നെ സഹായിച്ച് തന്നത് ഈ കാണുക. ചിലപ്പോൾ സഹായമാവും, ചിലപ്പോൾ ഉപദ്രവമാവും, അങ്ങനെയൊക്കെ തന്നെയാണ് അവരെ കാര്യം കേട്ടോ. എന്നാലും അവർ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കൊരു സമാധാനം, നമ്മുടെ കണ്ണിൻ്റെ അടുത്തുള്ളപ്പോൾ നമുക്ക് തോന്നിയിട്ട് അവിടെ ഇടും പോയി ഇന്ന് കളിക്കുന്നേക്കാളും സമാധാനമാണ്. പിന്നെ മേമയും മോളും എന്ന് പറഞ്ഞാൽ ഒട്ടും ചേരാത്ത 2 വ്യക്തികളാണ്. ചോറൊക്കെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ മേമ വായിൽ വെച്ച് കൊടുക്കുന്നതൊക്കെ ഇഷ്ടമാട്ടോ. അപ്പോൾ ആ വഴിയിൽ 2-3 കുട്ടികൾ വന്നിട്ടോ. അപ്പോൾ ഞാൻ ബിബിയുടെ മക്കളാണോ ചോദിച്ചു കേട്ടോ. അപ്പോഴേക്ക് കുണിക്കി കാത്തുമ്മ ബിബിയെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ ഇത് നമ്മൾ എന്നേക്കാളും കേമത്തിലാണ് നമ്മുടെ കുണുക്കമ്മോൻ്റെ അടിച്ചു വരും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അവിടെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ട നമുക്ക് പൈസ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ വണ്ടി ഉന്തി തള്ളി എങ്ങനെയൊക്കെയാണ് ഒരു ദിവസം മുന്നോട്ട് പോകണമെന്ന് എനിക്കേ അറിയില്ല. അങ്ങനെ അടുത്ത പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തുടച്ച് വരുമ്പോഴേക്കും നമ്മുടെ കാർത്തുമ്മ വാശിയായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കാർത്തുമ്മ ഇപ്പോൾ ഒക്കെ കാർത്തുനി ഉറക്കം വന്നു തുടങ്ങി. അപ്പോൾ കാർത്തു വാശി പിടിച്ച് തുടങ്ങി. ഇവിടെ തുടയ്ക്കുമ്പോഴേക്കും എന്നെ വാശി പിടിച്ച് ഒക്കത്ത് കയറിയിട്ടാണ്. അങ്ങനെ ബാക്കിയുള്ള സ്ഥലമൊക്കെ കാർത്തൂനെ ഒക്കത്ത് വെച്ചിട്ടാട്ടോ ഞാൻ തുടയ്ക്കണത്. അനിയേട്ടനോട് തുണി പിഴിഞ്ഞ് തരാൻ പറയും. ബാക്കിൽ അനിയേട്ടൻ പണികൾ ചെയ്യട്ടെ. അനിയേട്ടൻ വേറെ ഒന്നുമില്ല, ബാക്കിൽ അനിയേട്ടനും കുറേ പണികളുണ്ട്. അപ്പോൾ അനിയേട്ടൻ ബാക്കിലാണ്. ഞാൻ ഈ ഹോള് വരെ അടിച്ചു വരുള്ളൂ. പിന്നെ ആ 2 കിച്ചനും കുഞ്ഞുമാറും അനിയേട്ടനാണ് അവിടെ അടിച്ച് ക്ലിയർ ആക്കണം കേട്ടോ. എന്നിട്ട് പറഞ്ഞ് കുട്ടി ഒക്കത്ത് കയറിയപ്പോഴേ അപ്പോൾ അനിയേട്ടൻ തുണി പിഴിഞ്ഞ് തരും, ഞാൻ തുടയ്ക്കും. അങ്ങനെയാട്ടോ അപ്പോൾ അടിച്ചു തുടയുടെ കാര്യങ്ങൾ പോണത്. അങ്ങനെ ഈ കാത്തുമ്മേനെ വെച്ച് തുടച്ച് കാത്തുമ്മയ്ക്ക് ഉറക്കം വരുന്നുണ്ട്, നല്ല ഉറക്കം വരുന്നുണ്ട്. എന്നാലും ശീലക്കേടാണ് മൂപ്പർക്ക്. അന്നേരം പിന്നെ വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. ചില ദിവസമൊക്കെ ഭയങ്കര വാശിയാവും കേട്ടോ.
ഒന്നും അങ്ങനെ വാശിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. മൂപ്പർക്ക് ഇതൊക്കെ ഇഷ്ടം. ഇങ്ങനെ പണിയെടുക്കുമ്പോൾ കൊക്കത്ത് കയറി കുത്തിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. അടുക്കളയിൽ വെല്ലം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അടുക്കളയിൽ വെല്ലം ഉണ്ടാക്കുമ്പോൾ നിർത്തുമ്പോൾ പേടിയായിട്ട് വല്ല പൊട്ടിത്തെറിച്ച് മേത്തേക്ക് വരുമോ എന്നൊക്കെ പേടിയാണ്. ഇതാകുമ്പോൾ കുഴപ്പമില്ല. അങ്ങനെ ലാസ്റ്റ് തുട കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ കാത്തുമ്പോൾ ഒരു സൈഡായിട്ട് കാത്തുമ്പോൾ ഉറങ്ങി. അങ്ങനെ ആട്ടിയിട്ട് കുറേ നേരം നിർത്തിയായിട്ട് കാത്തുമ്പോൾ ഉറങ്ങണുള്ളൂ. ഇവിടെ ചേട്ടൻ നല്ല ചായയും കൊണ്ട് വന്നിട്ട് നല്ല ഏലക്കായയുടെ ചായയിലെ പൊടിയിട്ട് അങ്ങനെ ഒരു ചട്ടകമൊന്നുമില്ല, അരച്ചട്ടകം ചോറ്, കുറച്ച് ചെമ്മീൻ വറുത്തതെടുത്ത്, കുറച്ച് ബീറ്റ്റൂട്ട് ഉപ്പേരി, തലേദിവസത്തെ മുതിര ഉപ്പേരി, പിന്നെ മുതിരയുടെ വെള്ളത്തോണ്ട് ഉണ്ടാക്കിയ രസം കേട്ടോ. അതെങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ മുതിരയുടെ വെള്ളത്തോണ്ട് ഉണ്ടാക്കിയ രസം? എങ്ങനെയുണ്ട് ടേസ്റ്റ്? ആ ചെമ്മീൻ ഞങ്ങൾ ഇട്ടു എന്നുള്ള തിന്നത് മുഴുവൻ കുണിക്കുമ്പോൾ കേട്ടോ. ചെമ്മീൻ കാണാൻ പോലും കിട്ടില്ല. ഇനി മുതിര മേടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കണം. ഞാൻ പണ്ട് അമ്മ ഉണ്ടാക്കി അയച്ച ശീലമായിട്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? ഒരു ഉണക്കലും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, വേറെ ഒന്നും വേണ്ടിയിട്ട് നല്ല മുതിരട്ട രസം. അവർ മറന്നത് നമുക്ക് എന്തായാലും പുറത്ത് പോകണ്ടല്ലോ, നമുക്ക് പോയി വരുമ്പോൾ എന്തായാലും ഉണക്കലൊക്കെ മേടിച്ചിട്ട് വരാം. അങ്ങനെ ഈ മാമ്പഴ പുളിശ്ശേരി കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല മുതിരയുടെ രസവും കൂട്ടി ചോറിന് ഭയങ്കര ടേസ്റ്റ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. ഇനി ബാക്കി നാളെ കാണാം. ബായ് ബായ് പറയണല്ലേ?